ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയാണല്ലേ, എല്ലായിടത്തും മഴയോട് മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫാണോ? മഴക്കെടുതികളും ഒക്കെ നന്നായിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങാടിയിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ തമ്പനയിൽ അഥവാ അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ, അപ്പോൾ എന്താണ് സംഭവം, എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആയിരിക്കും എല്ലാവരും ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കില്ല, അതിലേക്ക് കിടക്കാം. പക്ഷെ അത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കും സ്വർഗത്തിൽ പോകണോ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയാം വേണം, അങ്ങനെ ആയിരിക്കും പറയാം. അപ്പോൾ സ്വർഗം എന്താണ്? സ്വർഗം, അതെ, സ്വർഗം എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. സ്വർഗം നല്ല സുഖമാണ്, നരകം എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ, നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, മോശം ചെയ്താൽ നരകത്തിൽ പോകും, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുപ്പം സ്വർഗം എന്ന് വെച്ചാൽ നല്ല സുഖമാണ്, സുഖമുള്ള സംഭവമാണ്, അപ്പോൾ നമുക്ക് എന്തായാലും സ്വർഗത്തിൽ പോകണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചും പറഞ്ഞൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. പക്ഷേ ഈ സ്വർഗത്തിൽ നമ്മൾ പോകും, നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താ, സ്വർഗത്തിൽ പോകണം, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നൊക്കെയല്ലേ. അതെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മരിക്കണം, മരിച്ചതിന് ശേഷമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, സ്വർഗവും നരകമൊന്നും അല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, പക്ഷേ അതിന് മുമ്പ് എന്ത് സംഭവിക്കണം? മരണം സംഭവിക്കണം അല്ലേ. അപ്പോൾ അതെന്താണ്, അത് നല്ലൊരു കാര്യമാണോ? നല്ല കാര്യമെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു വിഷമമുള്ള കാര്യമാണ് നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ മക്കളെ എല്ലാവരെയും വിട്ടിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ, ഒരു വേദനയാണ്. അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഒരു സ്വർഗം കിട്ടാൻ പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. സ്വർഗ്ഗമാണെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല. അതായത് നമുക്കൊരു നല്ല കാര്യം, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വിഷമമായ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകണം. മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിട്ടു പോകുന്ന ഒരു വിഷമമാണ്. അതിൽ കൂടെ കടന്നു പോയതിന് ശേഷമാണ് നമുക്ക് നല്ലൊരു കാലം സ്വർഗം കിട്ടുന്നത്. ഞാൻ ഉദ്ദേശിച്ച് മറ്റൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ കുറേ വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടും ഒക്കെ ഉള്ളവർക്ക് ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ എന്തൊരു കഷ്ടപ്പാടാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്, വേദനയാണ്, സങ്കടമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെങ്കിൽ എന്താണ്, നമുക്കൊരു സ്വർഗം അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാലം കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ വിഷമഘട്ടത്തിൽ കൂടെ കടന്നു പോയേ പറ്റൂ. അതിന് ശേഷമേ നമുക്ക് നല്ലൊരു കാലം വരുള്ളൂ. അപ്പോൾ നാം പറഞ്ഞു മറ്റൊന്നുമല്ല. അതായത് ഇപ്പോൾ മോശ അവസ്ഥയിൽ കൂടെയും മാനസിക ബുദ്ധിമുട്ടിൽ കൂടെയും കഷ്ടപ്പാടിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും ഒക്കെ കടന്നു പോകുന്നവർ ചിന്തിക്കുക, നമുക്കൊരു നല്ല കാലം വരുന്നുണ്ട്, അതിന് മുന്നോടിയായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് കിട്ടും. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് നമ്മളിത്ര കഷ്ടപ്പാടാണല്ലോ എന്നൊന്നും നമ്മൾ വിചാരിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് മാത്രമാണോ ഈ കഷ്ടപ്പാട്, എനിക്ക് മാത്രമേ ഈ നല്ല കാലം ഇല്ലാത്തതേ ഉള്ളൂ, എനിക്കെന്നും കഷ്ടപ്പാടാണോ, എനിക്കിങ്ങനെ എന്നും ബുദ്ധിമുട്ടാണോ, ഞാൻ എന്നും ഇങ്ങനെയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു നല്ല കാലം വരുന്നുണ്ട്. അപ്പോൾ ആ നല്ല കാലം വരുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ മോശം സിറ്റുവേഷനിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടിയാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഉണ്ടാവും ഒരു സുഖവും ദുഃഖങ്ങളും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിൽ കൂടെയൊക്കെ കടന്നു പോവുക. പിന്നെ ഈ സ്വർഗവും നരകവും അതൊക്കെ നമ്മൾ ജീവിക്കുന്ന ഇവിടെ തന്നെ ആടും. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ്, ടേക്ക് കെയർ, ബൈ.